നമസ്കാരം ട്രേഡേഴ്സ്, എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. ഇന്ത്യൻ മാർക്കറ്റ് അതീവ വോളറ്റൈലായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്നലെയും വോളറ്റൈലായിരുന്നു. അതിന് മുന്നുള്ള ദിവസം സിക്സാക്ക് മാർക്കറ്റാണ് ഉണ്ടായിരുന്നത്. ഇതിൻ്റെ പ്രധാന കാരണം ഇന്ത്യയിലെ ട്രേഡ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ വാഷിങ്ടൺ DC-യിൽ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. യൂറോപ്യൻ യൂണിയൻ നേതാക്കളും ട്രംപായിട്ട് ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു താരിഫ് ഹൈക്ക് ഉണ്ടായ ദിവസം നിഫ്റ്റി 900 പോയിൻറ്റിൻ്റെ ഒരു ഫോളാണ് ഉണ്ടാക്കിയിരുന്നത്. അതിനുശേഷം മാർക്കറ്റ് റിക്കവറി രേഖപ്പെടുത്തി. ഇതിന് എന്തായിരുന്നു, എക്സ്റ്റൻഷനാണ് കിട്ടിയിട്ടുള്ളൂ. ഒരു കാര്യങ്ങളും ധാരണയിലായിട്ടില്ല. അപ്പോൾ ധാരണ എന്താകും എന്നുള്ളതിൻ്റെ ഒരു ടെൻഷനായിരിക്കണം ഇപ്പോഴുള്ള ഗ്ലോബൽ മാർക്കറ്റിലുള്ള ഒരു അനിശ്ചിതാവസ്ഥയുടെ പ്രധാന റീസൺ. ഇന്ത്യൻ മാർക്കറ്റിൻ്റെ സംബന്ധിച്ച് ഒരു വാർത്തകളും പുറത്തു വന്നിട്ടില്ല. ഈ ഒരു താരിഫ് ലോവർ ചെയ്യുമെന്ന് ഇന്ത്യ ഒരിക്കലും പറഞ്ഞിട്ടില്ല. പേപ്പറുകളിലും എല്ലാം തന്നെ, അല്ലെങ്കിൽ ട്രംപ് തന്നെ പറയുന്ന പല പല കാര്യങ്ങളും അഭ്യൂഹങ്ങളൊക്കെയാണ് ഇപ്പോൾ നമ്മൾ വിശ്വസിച്ച് പോകുന്നത്. ഇതിൻ്റെ ഔട്ട്കം എന്തായാലും വന്നേ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു അനിശ്ചിതാവസ്ഥ മാർക്കറ്റിലുണ്ട്. വളരെയധികം കെയർഫുള്ളായിട്ട് തന്നെ ട്രേഡ് ചെയ്യുക. കാരണം ഇന്ന് നമ്മുടെ മന്ത്ലി എക്സ്പയറിയാണ്. അപ്പോൾ അതിൻ്റേതായിട്ട് കഴിഞ്ഞ ചൊവ്വാഴ്ച ദിവസമായിരുന്നു സെൻസെക്സിൻ്റെ എക്സ്പയറി. അന്നായിരുന്നു സിക്സാക്ക് മാർക്കറ്റ്. അപ്പോൾ ഇന്നും മാർക്കറ്റിൽ വളരെയധികം സ്റ്റോപ്പ് ലോസൊക്കെ, വളരെ നാരോ സ്റ്റോപ്പ് ലോസൊക്കെ വെക്കുന്നതായിരിക്കും എപ്പോഴും ഉചിതം. അതല്ലെങ്കിൽ ലോസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. മാർക്കറ്റിൽ നിന്ന് നമ്മൾ ഔട്ടായി പോകും. നമ്മുടെ ചാനൽ കാണുന്നത് 2 വിഭാഗം ആളുകളാണ്. ഒന്ന് ട്രേഡേഴ്സ്, പ്രോ ട്രേഡേഴ്സ്. 2 ഇൻവെസ്റ്റ്മെൻ്റൊക്കെ ചെയ്യുന്ന ആളുകൾ. ഈ 2 കൂട്ടരും ഒരേപോലത്തൊക്കെ തന്നെയാണ് മാർക്കറ്റിൽ റിയാക്ട് ചെയ്യപ്പെടേണ്ടത്. എനിവേ, FIs DSൻ്റെ ആക്ടിവിറ്റീസ് പോസിറ്റീവാണ്. ബൾക്ക് ഡീലാണോ എന്നറിയില്ല. DS 7,911 കോടി രൂപയും FIs 4,262 കോടി രൂപയുടെയും ബൈ നടത്തി. ഇന്നലെ എല്ലാം തന്നെ ITCയുടെ ഭാഗത്തു നിന്നുള്ള ബ്ലോക്ക് ഡീലൊക്കെ ഉണ്ടായിരുന്നു. ഇനി ഇപ്പോൾ ഇന്നലെ ഒരു സുഹൃത്ത് പറഞ്ഞ പോലെ തന്നെ മഴയാണ്. പല ആളുകളും പൊസിഷൻസ് എല്ലാം തന്നെ ഹ്യൂജായിട്ട് ബിൽഡ് ചെയ്യും. പിന്നീട് നെറ്റ്വർക്ക് കണക്ടിവിറ്റി ഉണ്ടാവണമെന്ന് ഉറപ്പ് വരുത്തണം. അതല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. കൃത്യമായിട്ടുള്ള നെറ്റ്വർക്ക് കണക്ടിവിറ്റി മൊബൈലിൽ ഉണ്ടാകണമെന്ന് ഉറപ്പ് വരുത്താൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് പരിശോധിക്കുമ്പോൾ ഗ്ലോബൽ മാർക്കറ്റിലും ആ ഒരു മിക്സഡ് ആയിട്ടുള്ള റിയാക്ഷൻ കാണാൻ സാധിക്കും. ചെക്ക് ചെയ്യാം. ആദ്യം കാണാം, ഏറ്റവും താഴെ US വിക്സും ഇന്ത്യൻ വിക്സ് പോലെ ഉയർന്നു 4%. ഡോ ജോൺസ് കാണാം ഇടിവിലായിരുന്നു. നാസ്ഡാക്കും ഇടിവിലായിരുന്നു. 3 യൂറോപ്യൻ മാർക്കറ്റും ഇടിവിൽ തന്നെ ട്രേഡ് അവസാനിപ്പിച്ചു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഡോ ഫ്യൂച്ചർ 1% അപ്പാണ്. എല്ലാ ഏഷ്യൻ മാർക്കറ്റും അപ്പിൽ തന്നെയാണ്, പോസിറ്റീവായിട്ട് തന്നെയാണ് ട്രേഡിങ് തുടരുന്നത്. അപ്പോൾ അതായത് US യൂറോപ്യൻ മാർക്കറ്റ് ഇന്നലെ ക്ലോസ് ആയിരുന്നെങ്കിൽ കൂടിയും ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന US ഫ്യൂച്ചർ 400+ അപ്സൈഡിലാണ് ഇപ്പോൾ ട്രേഡിങ് തുടരുന്നത്. ഇന്നത്തെ കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളൊക്കെ പോകാം. ബൈസെൽ റെക്കമെൻഡേഷൻ എല്ലാം. ബിർള സോഫ്റ്റ് കമ്പനി അവരുടെ ഇയർ ഓൺ ഇയർ നെറ്റ് പ്രോഫിറ്റ് 4.3% വർദ്ധിച്ചു. 122 കോടി രൂപ നേടി. 117 കോടി രൂപയിൽ നിന്ന് പ്രോഫിറ്റ് ഉയർന്നു. സെയിൽ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 11% ഉയർന്നു. 1,251 കോടി രൂപ കരസ്ഥമാക്കി. ₹1.60 ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. കുമിൻസ് ഇന്ത്യ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 7% ഇയർ ഓൺ ഇയർ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ള ന്യൂസാണുള്ളത്. ഫിനോലെക്സ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 13% ഇയർ ഓൺ ഇയർ ഉയർന്നു. 1,401 കോടി രൂപയിൽ നിന്ന് 1,594 കോടി രൂപ കരസ്ഥമാക്കി. കൂടാതെ തന്നെ നുവാമ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 41% ഇയർ ഓൺ ഇയർ ഉയർന്നിട്ടുണ്ട്. 181 കോടി രൂപയിൽ നിന്ന് 255 കോടി രൂപ കരസ്ഥമാക്കി. ബാറ്റ ഇന്ത്യ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 28% കുറവാണ് ഉണ്ടായിട്ടുള്ളത്. ദീപക് നൈട്രേറ്റും സ്പെഷ്യാലിറ്റി കെമിക്കൽ കമ്പനിയാണ്. നെറ്റ് പ്രോഫിറ്റ് 20% ഇടിഞ്ഞു. അവാന്തി ഫീഡ്സ് കമ്പനി ചെമ്മീൻ എക്സ്പോർട്ട് കമ്പനിയാണ്. നെറ്റ് പ്രോഫിറ്റ് 40% ഇയർ ഓൺ ഇയർ ഉയർന്നു. 112 നിന്ന് 157 കോടി രൂപ കരസ്ഥമാക്കി. ഹൈഡൽബർഗ് സിമെൻറ്റ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 3% ഇയർ ഓൺ ഇയർ ഇടിഞ്ഞു എന്നുള്ള ന്യൂസാണുള്ളത്. നാറ്റ്കോ ഫാർമ നെറ്റ് പ്രോഫിറ്റ് 5% ഉയർന്നു. 386 നിന്ന് 410 കോടി രൂപ കരസ്ഥമാക്കി. ISRTC കമ്പനി നെറ്റ് പ്രോഫിറ്റ് 26% ഉയർന്നു. റവന്യൂ 10% ഉയർന്നു. കമ്പനി 2 രൂപ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. മിശ്രധാതു നെറ്റ് പ്രോഫിറ്റ് 46
ക്രോർസിൽ നിന്ന് 56 ക്രോർസിലേക്ക് ഉയർന്നു. സ്റ്റീൽ കാസ്റ്റ് കമ്പനി 18 കോടി രൂപയിൽ നിന്ന് 26 കോടി രൂപയിലേക്ക് ഉയർന്നു. ന്യൂവാമ വെൽത്ത് 181 കോടി രൂപയിൽ നിന്ന് 290 കോടി രൂപയിലേക്ക് ഉയർന്നു. വെൽസ്പൻ കോർപ്പ് 268 നിന്ന് 698 കോടി രൂപയിലേക്ക് നെറ്റ് പ്രോഫിറ്റ് ഉയർന്നു. ഇതാണ് ഇപ്പോൾ ഉള്ള ന്യൂസ്. വൈകിട്ട് 7 മണിക്ക് പോസ്റ്റ് മാർക്കറ്റ് ന്യൂസ് എത്താം. താങ്ക് യു.